വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട ഉസ്താദുമാർ, പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എസ്പെറൻസ 2K25 എന്ന ഫെസ്റ്റിലാണല്ലോ. എന്നിൽ അർപ്പിതമായ വിഷയം ലഹരിയിൽ കത്തിയമരുന്ന കൗമാരത്തെക്കുറിച്ചും അതിൽ ഇസ്ലാം ഇടപെടുന്നതിനെ കുറിച്ചും അല്പം വാക്കുകൾ പറഞ്ഞാൽ നിർത്താം. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യുവതലമുറ കാർന്നെടുക്കുന്ന ലഹരി എന്ന വിപത്തിനെ കുറിച്ച് ഇസ്ലാം അതിനെ എത്ര ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് ഈ വിപത്തിനെ തടയുന്നതിനും അതിൽ വീണുപോയവരെ കൈപിടിച്ചുയർത്തുന്നതിനും ഇസ്ലാം നൽകുന്ന പ്രായോഗികമായ മാർഗങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇസ്ലാം കേവലം വിലക്കുകൾ മാത്രം ഏർപ്പെടുന്ന ഒരു മതമല്ല, മറിച്ച് മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു സമഗ്ര ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാം. ലഹരി ഉപയോഗം തടയുന്നതിൽ ഇസ്ലാം ഒരു സമഗ്രമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇത് വ്യക്തി, കുടുംബം, സമൂഹം എന്നീ 3 തലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പ്രശ്നത്തെ അതിന്റെ വേരുകളിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഇസ്ലാം ഒരു വ്യക്തിയെ ആത്മീയമായും ധാർമ്മികമായും ശക്തിപ്പെടുത്തുന്നതിലൂടെ ലഹരി പോലുള്ള ദുശ്ശീലങ്ങളിൽ നിന്ന് സ്വയം അകന്നു നിൽക്കാനും വലിയ പ്രേരണ നൽകുന്നുണ്ട്. മരണാന്തര ജീവിതത്തെ കുറിച്ചുള്ള ബോധവും ഓരോ പ്രവൃത്തിക്കും അള്ളാഹുവിനടുക്കൽ ഉത്തരം പറയേണ്ടി വരുമെന്ന ചിന്തയും ദുശ്ശീലങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ വലിയ പ്രേരണ നൽകുന്നുണ്ട്. ദിനപ്രതി 5 നേരത്തെ നമസ്കാരം ഒരു വ്യക്തിയെ തിന്മകളിൽ നിന്ന് തടയുമെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തീർച്ചയായും നമസ്കാരം നീചവൃത്തികളെയും വെറുക്കപ്പെടുന്ന കാര്യങ്ങളെയും തടയുന്നു. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് വലിയ ശക്തിയാണ്. കുടുംബമാണ് ഒരു വ്യക്തിയുടെ ആദ്യത്തെ വിദ്യാലയം എന്നതുകൊണ്ട് ഇസ്ലാം കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. കുട്ടികൾക്ക് നല്ല മാതൃകയാവുക, അവരെ ഇസ്ലാമിക മൂല്യങ്ങളിൽ വളർത്തുക, അവർക്ക് സ്നേഹവും വാത്സല്യവും നൽകുക എന്നിവ അവർ മാതാപിതാക്കളുടെ പ്രധാന കടമയാണ്. മാത്രമല്ല, ലഹരിക്കടിമപ്പെട്ടവരെ വെറുതെ തള്ളിക്കളയാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അവർക്ക് പശ്ചാത്തപിക്കാനും ജീവിതത്തിലേക്ക് തിരികെ വരാനും അവസരം നൽകണം. അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചാൽ തൗബ എല്ലാ പാപങ്ങളെയും പൊറുക്കുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ലഹരിയിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ പ്രചോദനമാണ്. ലഹരിയിൽ നിന്ന് മോചനം നേടിയവരെ സമൂഹം സ്വീകരിക്കുകയും അവർ ഒറ്റപ്പെടൽ അനുഭവിക്കാതിരിക്കാൻ ഇത് അത്യാവശ്യമാണ്. മാത്രമല്ല, ലഹരി എന്ന ഈ സാമൂഹിക വിപത്തിനെതിരെ പോരാടാൻ ഇസ്ലാം നമുക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇത് വ്യക്തി, കുടുംബം, സമൂഹം എന്നീ 3 തലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.